സ്നേഹമുള്ളവരെ, ഈ സ്നേഹമുള്ളവർ പറയുമ്പോൾ ചെറിയൊരു ആശങ്കയാണ്. കാരണം കഴിഞ്ഞ ദിവസം 2-3 ആൾക്കാർ എന്നോട് പറയുകയുണ്ടായി, അച്ഛൻ ഇപ്പോഴും എന്തിനാ ഈ സ്നേഹമുള്ളവരെ എന്ന് പറയുന്നത്? അതിനുപകരം ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈലിൽ ഹായ് ഫ്രണ്ട്സ്, ഹായ് ഗായ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റീച്ച് കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ച് അച്ഛനായതിനു ശേഷം എപ്പോൾ പറഞ്ഞാലും സ്നേഹമുള്ളവരെ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ശീലമായി. അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ട്. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ എന്ന് തന്നെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചധികം പേര് എന്നോട് ഇങ്ങനെ ചോദിച്ചു, മറ്റു പലതും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ, എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയോണ്ടാണ്. ഓക്കെ, ഇന്ന് മറ്റൊരു സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. തിയോളജി ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് ബാംഗ്ലൂരിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ് സിപ്പ്. മറ്റൊന്നുമല്ല, കൾച്ചറൽ ഇമേഷൻ പ്രോഗ്രാം. അത് മറ്റുള്ളവരുടെ കൾച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെക്കുറിച്ച് പഠിക്കുക, അവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുക. അങ്ങനെയുള്ള ഒരു കൾച്ചറിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇത് പഠിക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രൊവിൻസിലെ കർണാടകയിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ 2 കൂട്ടരെയും മറ്റ് സംസ്കാരവുമായിട്ട് കൂടുതൽ അടുത്തറിഞ്ഞാൽ മാത്രമാണ് പല കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്നവരെ നോർത്ത് കർണാടകയിലേക്കും, കർണാടകയിൽ നിന്ന് വന്നവരെ കേരളത്തിലെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കും ആയിരിക്കും ഇതുപോലെ ഈ ഒരു സിപ്പിന് വേണ്ടി വിടുക. അങ്ങനെ സിപ്പിന് പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് പക്ക വില്ലേജുകളായിരിക്കും. ആ വില്ലേജുകളിൽ പോയി കഴിയുമ്പോൾ അവരോടൊപ്പം 1 മാസം താമസിക്കുക, അവരുടെ ഭക്ഷണത്തിൽ പങ്കുചേരുക, അവർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണോ അത് ചെയ്യുക. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോകുന്ന അവസരങ്ങളിലും നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ ബ്രദറാണെന്ന് ഒരിക്കലും അവരോട് പറയുന്നില്ല. ഒരു സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു NGO അവിടെ പോയി വർക്ക് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അവിടെ പോവുക. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് അവസരം കിട്ടുന്നത് നോർത്ത് കർണാടകയിലെ സേഡം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സോഷ്യൽ വർക്കേഴ്സിനോട് അച്ഛൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ബ്രദേഴ്സ് വരും, അവർക്ക് ഓരോ വില്ലേജുകൾ നിങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ അങ്ങനെ സേഡത്തിൽ ഞാൻ ഒത്തിരിയേറെ പ്രതീക്ഷകളോടെ കൂടെ ചെന്നു. ഇന്ന് ഞാനിത് പറയാൻ പോകുന്നത് ചിലപ്പോൾ ഒരു രസകരമായിട്ടുള്ള സംഭവമായിരിക്കാം, പക്ഷേ എങ്കിലും അതിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ കൂടി ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സേലത്ത് എനിക്ക് പറഞ്ഞ വില്ലേജിലേക്ക് ഞാൻ ഈ സോഷ്യൽ വർക്കറിൻ്റെ കൂടെ യാത്രയാവുക. അപ്പോൾ എന്നോട് പോകുന്ന യാത്രയിൽ പറഞ്ഞു, എനിക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലം ഒരു സ്കൂളാണ്, ആ സ്കൂളിലാണ് ഞാൻ രാത്രി കഴിയേണ്ടത്, പകൽ സമയങ്ങളിൽ ഞാനായിരിക്കുന്ന ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ടാണ് എന്നെ കൊണ്ടുപോവുക. അപ്പോൾ പോകുന്നത് രാവിലെയാണ്. അത് രാവിലെ തന്നെ ഒരു സ്കൂട്ടറിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ബ്രദറാണെന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഈ വ്യക്തിയുടെ കൂടെ പോകുന്നു. ഓരോ കുറ്റിക്കാട് കഴിയുമ്പോഴും ഓരോരുത്തർ വളരെ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാനോർത്ത് ഇത് കൊള്ളാലോ, നമ്മളൊരു വില്ലേജിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മളെ കാണുന്ന മാത്രമേ തന്നെ ഓരോരുത്തരും ഇങ്ങനെ എണീറ്റ് ബഹുമാനം കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പ്രത്യേകിച്ച് നോർത്ത് കർണാടക പോലുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കുറ്റിക്കാട് കഴിയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഓർത്ത് ഇതെന്ത് സംഭവം മനസ്സിലാവുന്നില്ല. കാരണം ഒരു സൈഡിൽ സ്ത്രീകൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു, കുറച്ചുകൂടി കഴിയുമ്പോൾ ആണുങ്ങൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടുകളിലെ പോലെ ഈ പ്രഭാത കൃത്യങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യമൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതിരാവിലെ ഈ സ്ത്രീകൾ ഒരു ഭാഗത്ത്, ആണുങ്ങൾക്കൊരു ഭാഗത്ത്, ആ ഭാഗത്ത് അവർ പ്രഭാത കൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബൈക്കിൽ നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ അന്നേരം നമ്മളെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായിരുന്നു. ഞാനോട്ട് എന്നോടുള്ള ആ ബഹുമാനത്തിൽ എഴുന്നേറ്റ് നിന്നതെന്നൊക്കെ ഓർത്ത് നമ്മൾ അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ആ ഒരു വില്ലേജിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ആ വില്ലേജിൻ്റെ ഘടന ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം വളരെ മനോഹരമായ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർ ചെയ്യുക. അപ്പോൾ എന്നെ കൊണ്ടുവിട്ട സോഷ്യൽ വർക്കറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെയുള്ള എല്ലാ വില്ലേജുകളും ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ ചെല്ലുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് അവരുടെ വില്ലേജിലേക്ക് പോകുന്ന വഴിയിൽ 2 സൈഡിലും അവരുടെ പറമ്പുകളാണ്, വയലുകളുണ്ടാകാം, അവർ കൃഷി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് നടുക്കായിട്ടാണ് ഈ വില്ലേജ് ഇങ്ങനെ അട്ടിയിട്ട് പോലെയാണ് വീടുകൾ. അതിൻ്റെ ഇടയിൽ ഒരു മരം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ വില്ലേജിന് ചുറ്റും വലിയ മരങ്ങളുണ്ട്, അതുപോലെ വയൽ ശേഖരങ്ങളുണ്ട്. ഒരു പ്രത്യേകമായ ക്രമീകരണമാണ് അവിടെ നടത്തിയത്. കാരണം അവർ പറയുന്നത്, ആ വില്ലേജിനെ ആക്രമിക്കുവാൻ പുറത്തുനിന്ന് ഒരു ശത്രു വന്നു കഴിഞ്ഞാൽ അവർക്ക് അകലെ നിന്ന് തന്നെ അവരെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാനിങ്, അത് ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അതുപോലെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു വീക്ഷണം ഒന്ന് നോക്കുക. അകലെ നിന്ന് ഏതെങ്കിലും ശത്രു അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഉടനെ തന്നെ അവർക്ക് കണ്ടുപിടിക്കാം, അവർക്ക് അത് എതിർക്കാനുള്ള മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കും. അപ്പം അങ്ങനെ ഞാൻ ആ വില്ലേജിലേക്ക് കടന്നു. വില്ലേജ് ഹെഡിൻ്റെ വീട്ടിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കണം എന്നെ കാത്ത ആളുകളുണ്ടായിരുന്നു. ഞാൻ പോയി സംസാരിച്ചു. കന്നഡയിലാണ് അവർ സംസാരിക്കുന്നത്. നമുക്ക് അത്ര കന്നഡ അറിയില്ല, കാരണം ഈ ഒരു മാസക്കാലം കന്നഡ പഠിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെ കൊണ്ടാക്കുക. അപ്പോൾ ഞാൻ അവരോട് എന്നെ പരിചയപ്പെടുത്തി, ഞാൻ ഒരു NGOയിൽ നിന്ന് വരുന്നതാണ് എന്ന രീതിയിൽ അവരോട് പറഞ്ഞ് പിടിപ്പിച്ചു. അതിനുശേഷം അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി അവരുടെ കൂട്ടത്തിലുണ്ട്. ആള് കോളേജിലൊക്കെ പോയി പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആള് അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാവും, അങ്ങനെ മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ലെങ്കിലും അത് പറഞ്ഞു നമുക്ക് സ്ഥലമൊക്കെ പോയി കാണാം. അപ്പം ഞാൻ ചോദിച്ചു ഡ്രസ്സ് മാറണോ, കാരണം ഇനി എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണമെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് പോകാം എന്ന ഓർത്ത് ഞാൻ ഡ്രസ്സ് മാറണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ നല്ല ഡ്രസ്സാണ്, നല്ല ചെരുപ്പും നല്ല ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഡ്രസ്സൊന്നും മാറേണ്ട കാര്യമില്ല, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആ വ്യക്തിയുടെ കൂടെ മോട്ടോർ സൈക്കിളിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ അവരുടെ തോട്ടത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പോകുമ്പോൾ അപ്പുറത്ത് അവരുടെ തോട്ടമുണ്ട്, അത് കഴിഞ്ഞ് വലിയൊരു വയൽ ശേഖരമാണ്. അവിടെ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഴുതുമറിക്കുന്നതിൽ ഈ കാള പൂട്ടുന്ന പുറകിൽ ആ ഇത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ആരെങ്കിലും ചവിട്ടി നിൽക്കണം, വെയിറ്റുള്ള ആളും ചവിട്ടി നിന്നാലാണ് അവർക്ക് ഉഴുതുമറിക്കാൻ പറ്റും. എന്നോട് അത് കയറുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഞാൻ ഇത് ആദ്യമായിട്ടാണ്, നമുക്കറിയില്ല ഇങ്ങനെ. എങ്കിലും എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് എന്നെ അടുത്ത വയലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ ഈ സൈഡിലുള്ള ചില്ലുകളൊക്കെ വെട്ടിക്കളയുന്നു. അത് ഒരു സൈഡിൽ നിന്ന് എടുത്ത് അപ്പോൾ ഞാനും ഓർത്ത് തുടക്കത്തിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ തുടക്കത്തിലേ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടുമല്ലോ എന്നോർത്ത് ഞാനും സഹായിക്കാം. പക്ഷേ അത് പിന്നീട് എന്നെ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് ഓർത്തു. കാരണം 3 മണിക്ക് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് എനിക്ക് 7:30 ആകുമ്പോഴാണ് ആ വയലിൽ നിന്നൊന്ന് കയറാൻ പറ്റിയത്. കാരണം അതുപോലെയുള്ള വർക്കാണ് പിന്നെ എന്നെ കൊണ്ട് ചെയ്യിച്ചത്. കാരണം ആ ഡ്രസ്സ് മാറാൻ പോലും സമയം കിട്ടാതെ അവരുടെ ഇടയിൽ ആ വയലിൽ കിടന്ന് ഞാൻ പണിയെടുത്തു. വേർത്ത് കുളിച്ച് ശരീരം മുഴുവൻ ഡ്രസ്സ് കൊട്ടിപ്പിടിച്ച അവസ്ഥയിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു രാത്രി ഇവിടെ കുളിയില്ല. ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ശരീരം മുഴുവൻ വേർത്തൊലിച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവർ പറഞ്ഞു പകൽ സമയങ്ങളിൽ മാത്രമാണ് ഇവിടുത്തെ കുളി, രാത്രികാലങ്ങളിൽ കുളിയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ തോർത്തൊക്കെ എടുത്ത് ശരീരമൊക്കെ ഒന്ന് തുടച്ചു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു കിടക്കാനുള്ള സ്ഥലമായി, നമുക്ക് പോകാം, സമയമായി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഫുഡ് കഴിക്കാം, എങ്ങനെയാണ്, മീനൊക്കെ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിക്കും, മീൻ കഴിക്കും എന്ന് പറഞ്ഞു. അവരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ അവർ റൊട്ടി, ഇത് ജോത റൊട്ടി എന്നാണ് അതിനെ പറയുന്നത് തോന്നുന്നു, ഒരു പ്ലേറ്റ് പോലെ ഇരിക്കും, നല്ല കട്ടിയുള്ള ഒരു സാധനം കൊണ്ട് തിന്നു. അപ്പോൾ ഞാൻ ഓർത്തു അത് ഒരു പ്ലേറ്റ് പോലെയാണ് തോന്നിച്ചത്, കാരണം അതിലേക്കായിരിക്കും ഭക്ഷണം ഇടാൻ പോകുന്നത് എന്നർത്ഥം. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതാണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം. കാരണം അതേപോലെ കട്ടി പിടിച്ച സാധനത്തിലേക്ക് ഇവർ മീൻ ചാറിങ്ങനെ ഒഴിക്കും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ കുതിർന്ന് വരും, അത് നമുക്ക് എടുത്ത് കഴിക്കാം. ഞാൻ ഓർത്ത് ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ചാടിപ്പോകും എന്ന രീതിയിലാണ് ഒരു മീൻ കൊണ്ട് അങ്ങ് ഇട്ടത്. ഉളുമ്പൊന്നും മാറ്റാതെ ഒരു മീൻ ജീവനോടെ പിടിച്ചിട്ടതാണോ എന്ന് പോലും നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ മീൻ കൂട്ടൂല, വേണ്ട. അതേപോലെ തന്നെ മുട്ടക്കറി കൊണ്ട് തന്നു. ഞാൻ നോക്കിയാൽ മുട്ട കുഴപ്പമില്ല, പക്ഷേ ചാറ് ഈ മീൻ ചാറ് പോലെ തന്നെ ഇരിക്കുന്നു. എനിക്കെന്തോ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പതിയെ ഇവർ കാണാതെ ആ മുട്ട എടുത്തു, അടുത്തുള്ള വെള്ളം വെച്ച് കഴുകി ആ മുട്ട മാത്രം ഞാൻ കഴിച്ചു. ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം അധ്വാനിച്ചതിൻ്റെയൊക്കെ വിശപ്പുണ്ടെങ്കിൽ പോലും അന്ന് അത് മതി എന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു കിടക്കാനുള്ള സമയമായി, നമുക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. എന്നോട് സോഷ്യൽ വർക്കർ പറഞ്ഞതനുസരിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഓക്കെ, സ്കൂളാണ്, അപ്പോൾ അത്യാവശ്യം ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ പോയി സുഖമായിട്ട് ഉറങ്ങാം. ഇന്നത്തെ ഈ അധ്വാനം ശരിക്കും എന്നെ തളർത്തി കളഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് ഞാൻ എന്നാൽ എൻ്റെ ബാഗ് കൂടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബാഗ് അവിടെ വെച്ചോ, രാത്രി ഇടാനുള്ള ഡ്രസ്സും ഒരു ബെഡ്ഷീറ്റ് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് ഓക്കെ, അവർ പറഞ്ഞതല്ലേ അതെടുത്തു. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ബൈക്കിലിരുന്ന് പോകുന്ന വഴിയിൽ ഒരു കെട്ടിടവും കാണാനില്ല. ഞാൻ പോകുന്നത് നേരത്തെ പോയ ആ വയലിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ വയലിൻ്റെ അടുത്തായിട്ട് ഒരു കെട്ടിടം കണ്ട ഓർമ്മ എനിക്കില്ല. കാരണം അതുപോലെ തുറസായ സ്ഥലത്ത് എന്തെങ്കിലും കെട്ടിടം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചേനെ. അപ്പോൾ അവർ അവിടെ ബൈക്ക് നിർത്തി. ഞാൻ ഓർത്ത് ഇനി 2 കിലോമീറ്റർ വല്ലതും നടക്കണമായിരിക്കും, കാരണം അങ്ങ് അകലെയാണ് പിന്നെ ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ അങ്ങോട്ടായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്, കാരണം ഉഴുതുമറിച്ചിട്ടതുകൊണ്ടായിരിക്കും ബൈക്ക് അവിടെ വെച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്ന വ്യക്തി ആ വയലിൻ്റെ നടുക്കെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെയാണ് ഇന്ന് രാത്രി കിടക്കേണ്ടത്. ശരിക്കും ഷോക്കായ ഒരു നിമിഷമായിരുന്നു. കാരണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല, ഒന്നും അറിയില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു വയലിൻ്റെ നടുക്ക് ഒറ്റയ്ക്ക് രാത്രി കിടക്കുക.
അവർ പറഞ്ഞത് ഇതാണ്, കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, അവർ ഈ കടല എന്തോ വിതറിയിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടി കാട്ടുപന്നികൾ വരും, അതിനെ ഓടിക്കാനുള്ള ചുമതലയാണ് എനിക്ക് തന്നിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന വ്യക്തി പറഞ്ഞു, എന്നാൽ ഒരാളെ കൂടി പറഞ്ഞു വിടാം, ആളും വന്ന് കിടക്കും. ഞാൻ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മല്ലനെ പോലെയുള്ള ഒരു വ്യക്തി വന്നു, ആളും വന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ എവിടെ കിടക്കാൻ പറ്റുന്നത്, അത് അതുപോലെയാണ്, കല്ലൊക്കെ ഇങ്ങനെ ഒരു ഉഴുതുമറിച്ച സ്ഥലം നമുക്കറിയാലോ. അങ്ങനെയുള്ള ഒരു പ്രതലത്തിൽ എങ്ങനെ കിടക്കുമെന്ന് ആലോചിച്ച് ഞാൻ പിന്നീട് പതിയെ വലിയ വലിയ കല്ലുകളൊക്കെ ഒരു സൈഡിലേക്കൊക്കെ മാറ്റി അത്യാവശ്യം ഇതാക്കി കയ്യിലുള്ള ബെഡ്ഷീറ്റ്, ഒരു ചാക്കുണ്ടായിരുന്നു കയ്യിൽ, ആ ചാക്ക് വിരിച്ചു, ആ ബെഡ്ഷീറ്റ് അതിന് മുകളിൽ വിരിച്ചു, ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ മറ്റേ ആൾ ഈ സാരികൾ കൂട്ടിക്കെട്ടി അവർ ഒരു മെത്ത പോലെ ഉണ്ടാക്കും, അങ്ങനത്തെ ഒരു സാധനം വിരിച്ചു, അതിൻ്റെ മുകളിൽ വേറെ ഒരു ഷീറ്റ് വിരിച്ചു, വേറെ എന്തോ ഇത് കവർ ചെയ്ത് അവർ കിടക്കുകയാണ്. പതിയെ മഴ പെയ്യാൻ തുടങ്ങി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് ബെഡ്ഷീറ്റിൻ്റെ മുഖമൊക്കെ മൂടി കിടന്നിട്ട് ഉള്ളിൽ നിന്ന് മൊബൈലിൽ മെസ്സേജ് അയച്ചു, ഈ രാത്രി ഞാൻ താണ്ടിയാൽ അടുത്ത ദിവസം എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. അതായിരുന്നു എൻ്റെ മെസ്സേജ്. പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ കുളിക്കാനുള്ള സൗകര്യം ഞാൻ അന്വേഷിക്കുകയാണ്. രാവിലെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ ചോദിച്ചപ്പോൾ അതും അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി, കാരണം മറ്റുള്ളവർ ഓരോ മൊന്തകളുമായിട്ട് അവർ കുറ്റിക്കാട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്കത് തോന്നി, ഈ ഒരു കൾച്ചർ ഒരിക്കലും ഞാൻ പഠിക്കാൻ പോകുന്നില്ല, കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്, ഇത് അതിനേക്കാൾ ഉപരിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ആഗ്രഹത്തോടെയാണ് നിന്നത്. പക്ഷേ കുളിക്കാൻ വേണ്ടി എനിക്ക് ഒരു അര ബക്കറ്റ് വെള്ളം തന്നു, 3 കപ്പ് വെള്ളം കാണും, അത് വെച്ച് എങ്ങനെയാണ് കുളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ വളരെ വിദഗ്ധമായി മറ്റുള്ളവർ കുളിക്കുന്നത് നോക്കി കണ്ട് പിന്നെ തോർത്ത് അതിലെ മുക്കി അതുകൊണ്ട് പിഴിഞ്ഞ് അങ്ങനെ ദേഹം തുടച്ച് ഞാൻ എങ്ങനെയൊക്കെയോ ശരീരത്തെ വൃത്തിയാക്കി. അങ്ങനെ പോകുമ്പോൾ എന്നെ കൊണ്ടുവിട്ട ആ സോഷ്യൽ വർക്കും വേറൊരു വൈദികന് കൂടി അവിടെ എത്തി. അവർ പറഞ്ഞു ആൾക്ക് വേറൊരു വില്ലേജിലേക്ക് ഇത് ജോലി കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ദുരനുഭവം എനിക്കുണ്ടായെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു 24 മണിക്കൂർ സമയം ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത്. കാരണം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ വില്ലേജ് എല്ലാവരും ഒരുപോലെ ഓരോ സൈഡിൽ കിടക്കുന്നു. വില്ലേജ് ഹെഡിനോട് ചേർന്നാണ് അവരുടെ ഓരോ വീടുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അവർ തമ്മിലുള്ള ഐക്യം അത് വളരെ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിലൊരു അതിഥി വന്നു കഴിഞ്ഞാൽ മറ്റു വീടുകളിലെ അതിഥിയെ കാണാൻ മറ്റു വീട്ടിലുള്ള എല്ലാ ആളുകളും അവിടെ ഒരുമിച്ച് കൂടും, എല്ലാവരും അവരോട് സംസാരിക്കും. എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അല്ലെങ്കിൽ എനിക്കും ഒത്തിരിയേറെ സംസാരിക്കാനുള്ള അവസരമുണ്ടാകും, കാരണം എല്ലാവരും എന്നെ ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കി കാണുന്നു, ഞാൻ അവിടെ കണ്ടതാണ്. എല്ലാവരും ഓരോരുത്തരും വന്ന് ഇത് എവിടെ നിന്നാണെന്നുള്ള രീതിയിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി പോകുന്നു. അവിടെ വില്ലേജിൽ ഉള്ളവർ കിടക്കുന്ന രീതി ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, വില്ലേജ് ഇപ്പോൾ അപ്പൻ അമ്മ മക്കൾ ആ ഒരു ക്രമത്തിൽ, എന്തിന് അനിമൽസ് പോലും ആ ഒരു വീടിൻ്റെ ഉള്ളിൽ സ്ഥാനമുണ്ടെന്നുള്ളത്, എല്ലാം ഒരുപോലെ കിടക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനം എന്ന് പറയുന്നത് ഇതാണ്, ഫിലിപ്പിയർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം. ഓരോരുത്തരും തങ്ങളുടെ താല്പര്യം മാത്രമല്ല മറ്റുള്ളവരുടെയും താല്പര്യം നോക്കണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വില്ലേജിൽ കണ്ട കാഴ്ച യഥാർത്ഥം അവരുടെ താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെയും താല്പര്യങ്ങൾ അവർ പരിഗണിച്ചു, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും വളരെ സന്തോഷവുമാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പോലെ വലിയ സൗധങ്ങളല്ല അവിടുത്തെ ഒരു നമ്മൾ കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിമിതമായ ഒരു സ്ഥലം. അവരെ സംബന്ധിച്ച് കാശുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ കാശുണ്ട്, കാരണം അവരുടെ കൃഷിയിൽ നിന്ന് അവർക്ക് ഒത്തിരിയേറെ ലാഭം ലഭിച്ചിരുന്നു. പക്ഷേ അത് വെച്ച് അവർ വീട് പുതുക്കി പണിയാനല്ല, മറിച്ച് തങ്ങളുടെ സമൂഹത്തെ വാഴ്ത്തുവാൻ വേണ്ടിയാണ് അവർ പരിശ്രമം. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം രാവിലെ വില്ലേജിൽ നിന്ന് ആണുങ്ങളെല്ലാം പണിസ്ഥലത്തേക്ക് പോകും, പിന്നെ വില്ലേജിലെ പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയുന്ന പെണ്ണുങ്ങളുടെ ഒരു സ്ഥലമായിട്ട് ആ വില്ലേജ് മൊത്തത്തിൽ മാറും. കാരണം അവിടെ ഒറ്റ ആണുങ്ങളുണ്ടാവില്ല, ആണുങ്ങളെല്ലാം പണിസ്ഥലത്താണ്. ഉച്ചയാകുമ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം ഭക്ഷണവുമായിട്ട് ആണുങ്ങൾ പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരും. ഈ വീട്ടിൽ ആണ് എങ്കിൽ പോലും അവരെല്ലാവരും ആ പണിസ്ഥലത്ത് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഒരു സാരിത്തുമ്പിലായിരിക്കും ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ട് വരുന്നത്. അവിടെ വന്ന് അവർ ഒരു ഷോള് വിരിച്ച് അതിലേക്ക് ഭക്ഷണമെല്ലാം അറേഞ്ച് ചെയ്തു എല്ലാവരെയും വിളിക്കും, എല്ലാവരും ചുറ്റും കൂടി പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്ന ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപഠിക്കേണ്ട ഒന്നാണ്. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, പരസ്പരം സംസാരിക്കാൻ പോലും സമയമില്ല. പക്ഷേ ഈ ജോലി തിരക്കുകൾക്കിടയിലും ഇവരെല്ലാവരും ആ ഭക്ഷണം കഴിക്കുന്ന 1 മണിക്കൂറായിരിക്കും, 1 മണിക്കൂർ കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. ഒത്തിരിയേറെ സംസാരിച്ച് സ്നേഹത്തോടെ ഭക്ഷണം ഷെയർ ചെയ്ത് പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ഒരു കൾച്ചർ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മളങ്ങനെ ആ ഒരു കൾച്ചർ വളർത്തിയെടുത്തില്ലെങ്കിൽ
കുടുംബത്തിന്റെ മൂല്യങ്ങൾ നമുക്കില്ലാതായി പോകും. കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മൾ പരസ്പരം സ്നേഹിച്ചും ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിൽ അത് പ്രതിഫലിക്കുകയുള്ളൂ. മാത്രമല്ല വളർന്നു വരുന്ന മക്കൾക്കും അതൊരു മാതൃകയായിട്ട് മാറുകയും. അവിടെ ആണുങ്ങളെല്ലാം പണിസ്ഥലത്താണ്. അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ ആ പണിസ്ഥലത്തേക്ക് വരുന്നു. കുഞ്ഞു മക്കളും അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷേ വീട്ടിലായിരുന്നിട്ട് പോലും മക്കൾക്ക് അവർ ഭക്ഷണം കൊടുക്കാൻ പോയത് കാരണം അപ്പനാണ് അധ്വാനിക്കുന്നത്. അപ്പം കൊണ്ടുവരുന്ന പങ്കാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പനോടൊപ്പം വേണം നമ്മൾ ഭക്ഷിക്കാൻ എന്നൊരു ചിന്താഗതിയോടെ അവരെല്ലാവരും കൂടെ ആ വയലിലേക്ക് വന്ന് ഒരുമിച്ച് കൂടി ഷെയർ ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് അതൊരു അനുഭൂതിയാണ്. ഇന്ന് പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ഈ ഒരുമയോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക എന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ടായിരിക്കും, അവരുടെ താല്പര്യങ്ങളനുസരിച്ചായിരിക്കും അവർ വരുന്നത്. പക്ഷേ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന ഒരു സമയം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഒരുമിച്ച് വരാൻ സമയം കിട്ടില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ വർക്ക് ലോഡ് എന്താണ്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, പരസ്പരം കൂടുതലായിട്ട് അറിയുവാനുള്ള ഒരു സമയമായിരിക്കും ആ ഭക്ഷണമേശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോയിലൂടെ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ കുറച്ച് വേദന നിറഞ്ഞ നിമിഷങ്ങളായിരിക്കാം ആ ഒരു സമയം. പക്ഷേ എങ്കിൽ പോലും അതിലൂടെ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ കുടുംബത്തിൻ്റെ ബന്ധം എത്ര ദൃഢമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിച്ചതും അതാണ്. അതിനുശേഷം എന്നെ ഗുൽബർഗ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വില്ലേജിൽ നല്ല സൗകര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. അവിടുത്തെ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനൊക്കെ ചാൻസ് കിട്ടി. പക്ഷേ എങ്കിലും ആ ഒരു 24 മണിക്കൂർ എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം ആ 24 മണിക്കൂർ എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഉണ്ടാകും. കുടുംബം ഒരുമിച്ച് വരുന്ന നിമിഷങ്ങളുണ്ടാകും. ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന ഷെയർ ചെയ്യുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ കുടുംബം എന്നും സന്തോഷം അനുഭവിക്കുന്ന ഒരു കുടുംബമായി മാറും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ കുടുംബവും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ക്ഷമയോടെ കാത്തിരിക്കും.